ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. യൂട്യൂബിൻ്റെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. നിങ്ങളുടെ അകൽച്ച ഈ വ്യക്തിയെ നന്നായി ഭയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെ മറ്റാരെങ്കിലും സ്വന്തമാക്കുമോ എന്ന് ഈ വ്യക്തി പേടിക്കുന്നുണ്ടോ? അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പേഴ്സണായിട്ട് ചിലപ്പോൾ കുറച്ച് അകൽച്ചയിലായിരിക്കാം നിൽക്കുന്നത്. പണ്ടത്തേതുപോലെ ചിലപ്പോൾ അത്രയും അങ്ങോട്ട് ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കാണിക്കുന്നില്ലായിരിക്കാം. കുറച്ച് അകന്നായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. കാരണം നിങ്ങൾ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു അകൽച്ചേന ഈ പേഴ്സൺ സത്യം പറഞ്ഞാൽ പേടിക്കുന്നുണ്ടോ, ഭയപ്പെടുന്നുണ്ടോ, അതുപോലെ നിങ്ങളെ മറ്റാരെങ്കിലും സ്വന്തമാക്കുമോ എന്നുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനം കുറച്ച് ക്ലൂസും കൂടെ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാർഡ്സ് സ്പിരിച്വൽ എനർജീനെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള കാർഡ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് ഓവറോൾ എനർജി ആയിട്ട് നമുക്ക് അവസാനം എടുക്കാം. ബാക്കി നമുക്ക് ഈ ഒരു 6 കാർഡ്സ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക്, അതായത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു എനർജീനെ കണക്ട് ചെയ്യുന്ന കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിൽ വിചാരിക്കുന്നത്, നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ്, നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് തന്നെ നമ്പർ 7 ആണ് കിട്ടിയിട്ടുള്ളത്. ഡിവൈൻ ഫെമിനൈൻ മാഗ്നറ്റിക് റിസെപ്റ്റീവ് പവർ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് വളരെയധികം കൂടുതലായിട്ടുള്ളൊരു ഡിവൈനിറ്റി, അതുപോലെ മാഗ്നറ്റിക് പവർ നല്ല രീതിയിൽ തന്നെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും ഉള്ളൊരു ബന്ധമാണ് ഇതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്ത്രീകളായിരിക്കാം, അല്ലെങ്കിൽ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരായിരിക്കാം, നിങ്ങൾ സ്നേഹിക്കുന്നത് സ്ത്രീകളെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ത്രീകളുടെ എനർജി വളരെയധികം കൂടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അവരുടെ ഒരു ഡിവൈനിറ്റി, ഒരു ദിവ്യത്വം, അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ, യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ്, ഇതെല്ലാം തന്നെ വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പുരുഷന്മാർക്കൊന്നും ഇല്ല എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് ഈ ഒരു കാർഡാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് സൂചിപ്പിക്കുന്നത്. അത് വളരെയധികം ആ സ്ത്രീകളിലെ ആകർഷണം, ഇപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ പുരുഷൻ, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് എന്തെന്നില്ലാത്ത ഒരു ആകർഷണം, സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളോട് പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹം, അല്ലെങ്കിൽ ഒരു ബഹുമാനം ഒക്കെ തോന്നിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പം മാറി നിൽക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ പോലും നിങ്ങളെ വെച്ചിട്ട് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യവും അങ്ങനെയൊന്നും തരാതെ ഈ പേഴ്സൺ മാറി നിന്നിട്ടുണ്ടാകാം. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെയധികം നിങ്ങളോട് അട്രാക്ഷൻ തോന്നിക്കുന്നതായിട്ടും, നിങ്ങളിൽ എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്നും, നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും ഒക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് കണക്ഷൻ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ തിരയുന്നതായിട്ടോ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതായത് നിങ്ങളുടെ എനർജി, സ്ത്രീകളുടെ എനർജി ഇവിടെ വളരെയധികം ഉയർന്ന തലത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ പോലും നിങ്ങളുടെ സ്ത്രീയെ, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പെണ്ണിനെ വളരെയധികം നിങ്ങൾക്ക് ആകർഷണം തോന്നിക്കുന്നു, അവരോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നിക്കുന്നു. ഈ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ യെസ്, ഡ്രീംസ് ആണ്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വപ്ന ദർശനങ്ങളാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ ആയിട്ട് സ്വപ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയും. സ്വപ്നം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന പട്ടി, പൂച്ച, കോഴി, ഇങ്ങനത്തെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്വപ്നങ്ങളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ആ ഒരു റിലേറ്റ് ചെയ്യുന്ന. പക്ഷെ ഇത് ഈ പേഴ്സൺ
ഈ പേഴ്സൺ കണ്ടിന്യൂഷൻ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള മാത്രമായിട്ടുള്ള സ്വപ്നങ്ങളാണ്. നിങ്ങൾ അടുത്ത് വന്നിരിക്കുന്നതായിട്ടും നിങ്ങൾ ഈ പേഴ്സണെ നോക്കി ചിരിക്കുന്നതായിട്ടും അങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് ഈ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഒരുപക്ഷെ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകാം ഈ പേഴ്സണെ റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അത് ചിലപ്പോൾ പകൽ സ്വപ്നവും ആകാം, അതായത് വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ വരിക, അല്ലെങ്കിൽ മനസ്സിൽ ഓരോ കാര്യങ്ങൾ സങ്കല്പിക്കുക, ഒരു ചെറിയ രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെ പോലെ വളരെ അത് കോൺഷ്യസ് മൈൻഡിലാണെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിലാണെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ഈ പേഴ്സന്റെ കൂടെ ഉണ്ട് എന്നാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് പകൽ സമയത്താണെങ്കിലും രാത്രി സമയത്താണെങ്കിലും തിരക്കാണെങ്കിലും തിരക്കില്ലാതെ ആണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും സ്വപ്നങ്ങളും കോൺഷ്യസിലും സബ് കോൺഷ്യസ് ആയിട്ടും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇവിടെ ഒരു കണ്ടിന്യൂഷൻ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ വിസാർഡ് ഓഫ് അവയർനെസ് ആണ്. ഉറപ്പായിട്ടും നിങ്ങളായിട്ട് സംസാരിച്ചിട്ട് ഈ പേഴ്സൺ കുറേ നാളുകളായിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ കുറേ ആഴ്ചകളോ ദിവസങ്ങളോ മാസങ്ങളോ ഇനി ഒന്നും വേണ്ട, ഒരു 3 ദിവസം മുതൽ ഒരു 3 വർഷം വരെ ഒക്കെ മിണ്ടാതിരിക്കുന്ന ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എന്താ പറയുക, ഇവിടെ മസ്റ്റായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വ്യാകുലതയാണ്, ഒരു ആങ്സൈറ്റിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇത് നിങ്ങൾ എങ്ങോട്ടേക്ക് പോകും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആളെ സ്വീകരിക്കുമോ, വേറെ ലൈഫിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഇത്രയും കാലം ഈ പേഴ്സൺ നിങ്ങളെ പുറകെ നടത്തിയതുപോലെ ഇപ്പൊ ഇത്രയും കാലം നിങ്ങളായിരുന്നു ചേസിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പേഴ്സന്റെ പുറകെ എപ്പോഴും നടന്നുകൊണ്ടിരുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും ആത്മാഭിമാനം സ്വന്തമായിട്ടുള്ള എല്ലാം അവിടെ എന്താണ് സമർപ്പിച്ചുകൊണ്ട്, അല്ലെ സമർപ്പിക്കാന്നല്ല, അതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ പേഴ്സന്റെ പുറകെ നടന്നിരുന്നത് നിങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ പോകുന്ന കാര്യം നിർത്തി, ചേസ് ചെയ്യുന്ന പരിപാടി നിങ്ങൾ നിർത്തി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പേഴ്സണെ പേടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇത് എന്താണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ പേഴ്സണെ മൈൻഡ് ചെയ്യാത്തത് എന്നിങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഈ പേഴ്സൺ വളരെയധികം പേടിയാകുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റുള്ളവരിലൂടെയോ അല്ലെങ്കിൽ ഈ പേഴ്സൺ ഡയറക്റ്റ് ആയിട്ടോ നേരിട്ടോ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതായിട്ടും ചിന്തിക്കുന്നതായിട്ടും മറ്റുള്ളവരായിട്ട് ചർച്ച ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നിങ്ങളെക്കുറിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങളും കാര്യങ്ങളും മാത്രമല്ല കാണുന്നത്, അതിനോടൊപ്പം തന്നെ പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള, അതായത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോവുമോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും സെലക്ട് ചെയ്തോ, ഇതിനോടകം വേറെ കണക്ഷനിലേക്ക് പോയോ എന്നിങ്ങനെയുള്ള ചിന്തകളും കൂടെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് എന്താണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊട്ടും ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ചിന്തകളൊക്കെയാണ് വരുന്നത്. ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഉറക്കക്കുറവ്, ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇങ്ങനത്തെ കാര്യങ്ങളും ഈ പേഴ്സൺ അനുഭവിക്കുന്നുണ്ടാകാം. ഓക്കെ, ആൻഡ് ഓൾസോ നെക്സ്റ്റ് ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഏതൊരു സാഹചര്യത്തിലാണ് എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും ഇരിക്കുന്നത്. കാരണം ഒന്നില്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ കൊളീഗ്സിൻ്റെയോ ഏതെങ്കിലും ഒരു ആഘോഷത്തിലായിരിക്കാം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ കല്യാണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താണ് ഒരു ആഘോഷിക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് ചിലപ്പോൾ ഫാമിലി റിലേറ്റീവ്സ് വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടായിരിക്കാം. വളരെയധികം ആഘോഷിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. 3 ഓഫ് കപ്സ് ആണ്. അവിടെ ഒരുപാട് കണക്ഷൻസ് ഈ വ്യക്തിക്ക് വരുന്നുണ്ട്, ഒരുപാട് സുഹൃത്തുക്കൾ. ചിലപ്പോൾ അവരൊക്കെ ഈ പേഴ്സണോട് നിങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടാകാം. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ പേഴ്സൺ എന്താണ് വളരെയധികം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ സെലിബ്രേഷൻ മൈൻഡ് ആണെങ്കിൽ പോലും ആ ഒരു ആഘോഷങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേഷൻ കൊടുത്ത് അത് ആഘോഷിക്കാനായിട്ട് പലപ്പോഴും ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. കാരണം ചിലപ്പോൾ അവരൊക്കെ അവരുടെ പാർട്ട്ണർ ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ലവർ ആയിട്ടോ ഹസ്ബൻഡ് ഓർ വൈഫൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഈ പേഴ്സൺ നോക്കുമ്പോൾ ഈ പേഴ്സണ് കൈകോർത്ത് പിടിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാനും സംസാരിക്കാനും ആരുമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു ഒറ്റപ്പെടലും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ,
ആൻഡ് ഓൾസോ ദ കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പേഴ്സണെ കൺഫ്യൂഷൻ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഒരു പേഴ്സൺ നിൽക്കുകയാണ്, ഇവിടെ ഒരു വ്യക്തി നിൽക്കുകയാണ് അല്ലേ. ഈ കാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഒരു പേഴ്സൺ നിൽക്കുകയാണ്, എൻ്റെ ആള് കൈകെട്ടി ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുകയാണ്. ബട്ട് സ്റ്റിൽ നമുക്കൊരു മേഘാവൃതമായിട്ട് ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുന്നു. ആക്ച്വലി അതൊരു മനുഷ്യനല്ല, ഒരു ജീവനുള്ള സാധനമല്ല, അതൊരു ഇൻഡ്യൂഷൻ ആണ്. അല്ലെങ്കിൽ എന്താ പറയുക, തെറ്റിദ്ധാരണകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഡബിൾ മീനിങ്, ഇതൊക്കെയാണ് ഈ ഒരു ഭൂതം അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഊതി കൊടുക്കുകയാണ് ഈ പേഴ്സണെ. ചുരുക്കി പറഞ്ഞാൽ ഈ പേഴ്സന്റെ ചിന്തകളാണ് എപ്പോഴും ഈ പേഴ്സന്റെ ജീവിതത്തിൽ വില്ലനായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് ഈ പേഴ്സൺ കാണാറുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ പോസിറ്റീവായിട്ട് പറയുന്ന പല കാര്യങ്ങളും ഈ പേഴ്സൺ നെഗറ്റീവായിട്ട് കാണുന്നു. അതുപോലെ എന്താ പറയാ, നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ പോലും ഈ പേഴ്സൺ ചിലപ്പോൾ അത് പോസിറ്റീവായിട്ടായിരിക്കും ഏറ്റെടുക്കുന്നത്, കേൾക്കുന്നത്. പക്ഷേ ഈ പേഴ്സന്റെ കൂട്ടുകാരോട് പറയുമ്പോഴോ മറ്റുള്ള ആൾക്കാരോട് അതായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ അവര് എന്താണ് അതിൻ്റെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വെക്കുക. അതായത് നിങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയാ, മോശം പറയാ, അങ്ങനെ ഈ പേഴ്സണെ വഴിതെറ്റിക്കുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ പേഴ്സൺ ഒട്ടും താല്പര്യമില്ല, കൈ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്, എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പക്ഷെ ഈ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ ചുറ്റി വളഞ്ഞാണ് നിൽക്കുന്നത് അല്ലേ. ചുറ്റി ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി ഈ പേഴ്സന്റെ മനസ്സ് മാറ്റിയെടുക്കും, നെഗറ്റീവ് ആക്കി എടുക്കും എന്നുള്ളൊരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഈ നെഗറ്റീവ് എനർജി കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആണ്. ഈ ഒരു കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് റിവേഴ്സ് ആയിട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ മനസ്സിലുള്ള ആ ഒരു എന്താ പറയുക, ചിന്തകളിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സംശയം വലിയൊരു രോഗമാണ് അല്ലേ. സംശയം, അതുപോലെ ഡബിൾ മീനിങ്. ഇപ്പൊ നിങ്ങൾ പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യം ഈ പേഴ്സൺ അത് നെഗറ്റീവായിട്ടും രണ്ടർത്ഥങ്ങളായിട്ടൊക്കെ എടുക്കും. അപ്പൊ അത് മറ്റുള്ളവരുടെ സാന്നിധ്യവും കൂടി മറ്റുള്ളവരുടെ ഇടപെടലും കൂടി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതും കൂടി ഓർക്കണം. ഈ പേഴ്സൺ ഒറ്റക്കല്ല, വേറെ ആൾക്കാരും കൂടെ ഇതിന്റെ ഇടയിൽ കിടന്ന് പണിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം അതാണ് നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ എന്താണോ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ വലയിൽ നിന്നും രക്ഷപ്പെടണമെന്നാണോ ആഗ്രഹിച്ചത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഒരു സമയമായിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു അവസരം ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നും, ആ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സണ് സാധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്താണ് നിങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്? യെസ്, വെഡിങ്, ടേക്കിംഗ് യുവർ റിലേഷൻഷിപ്പ് ടു ദ നെക്സ്റ്റ് ലെവൽ, വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും ചിലപ്പോൾ നിങ്ങൾ കല്യാണത്തിലോട്ടൊക്കെ വന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ കല്യാണം കഴിക്കാണ്ട് വേറെ വഴിയില്ല, സോ കല്യാണത്തിലോട്ടൊക്കെ വന്നു ചേർന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അതിന്റെ അറ്റത്തെത്തിയിട്ടാണ് ആ കല്യാണത്തിന്റെ എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ എല്ലാം തകിടം മറിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ അന്നും ആഗ്രഹിച്ചിട്ടുള്ളത്, ഇന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറച്ച് നാളത്തേക്ക് ഒന്ന് മിസ്ഡയറക്റ്റ് ആയിപ്പോയി. ഓക്കെ, ഒന്ന് വഴിതെറ്റിപ്പോയി, വേറെ ഏതൊക്കെയോ ദിശയിലോട്ടൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇത്രയും ഒരു വൈകിപ്പിക്കല് അല്ലെങ്കിൽ വൈകിപ്പോയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുള്ളത്. ചിലപ്പോൾ കഴിഞ്ഞ കൊല്ലം അതിന്റെ മുന്നത്തെ കൊല്ലമൊക്കെ നിങ്ങളുടെ മാരേജ് കഴിയേണ്ട സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻഗേജ്മെന്റ് എങ്കിലും. അപ്പോൾ ഈ പേഴ്സൺ എന്തായാലും ഇതൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. അത് തന്നെയാണ് ഈ പേഴ്സന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്പിരിച്വൽ എനർജിയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ റിലേഷൻഷിപ്പിനെ ത്രോട്ട് ചക്രയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത്. ത്രോട്ട് ചക്രയാണ്. കാരണം എപ്പോഴും നിങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷനിലാണ് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ ഈ പേഴ്സൺ നെഗറ്റീവായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഈ പേഴ്സൺ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളിൽ ഈ പേഴ്സൺ ഒറ്റക്കല്ല തീരുമാനം എടുക്കുന്നത്, വേറെ ആൾക്കാരുടെ അഭിപ്രായം കേട്ടിട്ടാണ് ഈ പേഴ്സൺ തീരുമാനം എടുക്കുന്നത്.
അതാണ് നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കത് ഡൈജസ്റ്റ് ആവില്ല. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു പാറ്റേൺ ആണ് ഇങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ത്രോട്ട് ചക്ര വളരെയധികം ബ്ലോക്ക്ഡ് ആണ്. അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും പലപ്പോഴും എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പോലും അറിയില്ല. സ്നേഹത്തോടെ ആണെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഭേദമായിരിക്കാം ചിലപ്പോൾ ഈ റീഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നത് കൊണ്ട്. പക്ഷെ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ബിഗ് സീറോ ആണ്, വട്ടപൂജ്യമാണ്. ഓക്കെ, അപ്പൊ അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ആ ഒരു ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണ്. അത് അൺബ്ലോക്ക് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ആ ത്രോട്ട് ചക്ര ആക്ടിവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ ഈ വ്യക്തിക്ക് ഒരുപാട് അറിവുകൾ വരുന്നുണ്ട്. മര്യാദ എന്താണ്, മര്യാദകേട് എന്താണ്, ഇതെല്ലാം ഈ വ്യക്തി മനസ്സിലാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഇനി മുതൽ അങ്ങോട്ടുള്ള ഈ വ്യക്തിയുടെ സംസാരം, ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ഒരു വ്യത്യാസം. ഈ സ്പിരിച്വൽ യൂണിയൻ ആണ്. ഇവിടെ പല പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റിയൂണിയൻ എങ്ങനെയെങ്കിലും സംഭവിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, മാനിഫെസ്റ്റ് ഒക്കെ ചെയ്തോളൂ കേട്ടോ. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഒരു സമയമുണ്ട്. ആ ഒരു സമയത്തിൽ മാത്രമായിരിക്കും നിങ്ങൾ രണ്ടുപേരും റിയൂണിയൻ ആകുന്നത്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ യൂണിയനിലേക്ക് എത്തുന്നത്. ഇവിടെ ഇപ്പൊ സാധാരണ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ പോലെയല്ല ഈ ഒരു ബന്ധത്തെ നോക്കി കാണേണ്ടത്. ഇത് കംപ്ലീറ്റ്ലി ഒരു സ്പിരിച്വൽ പർപ്പസിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ തുടങ്ങണം, എങ്ങനെ മുന്നോട്ട് പോകണം, എപ്പോൾ റിയൂണിയൻ വരണം എന്നൊക്കെ ആര് തീരുമാനിക്കും? യൂണിവേഴ്സ് തീരുമാനിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്പിരിച്വൽ യൂണിയൻ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സോളിന്റെ ആഗ്രഹമാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ സോളും അതുപോലെ ഈ പേഴ്സന്റെ സോളും. ഇവിടെ ഒരിക്കലും ജഡപരമായിട്ടുള്ള ഭൗതികപരമായിട്ടുള്ള സുഖമല്ല ഇവിടെ പറയുന്നത്. ഓക്കെ, കാരണം ഇപ്പൊ നിങ്ങൾ വിചാരിക്കണം മറ്റുള്ളവർ കല്യാണം കഴിച്ചു അപ്പൊ എനിക്കും കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള കപ്പിൾസും റിലേഷൻഷിപ്പ് ഒക്കെ ഓക്കെ അപ്പൊ എൻ്റെ റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഓക്കെ ആക്കണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം അത് നമ്മുടെ ബുദ്ധിയിൽ വരുന്ന ആഗ്രഹമാണ്. പക്ഷെ ഇവിടെ പൂവണിയേണ്ടത് സോളിന്റെ ആഗ്രഹമാണ്, ആത്മാവിന്റെ ആഗ്രഹമാണ്. അപ്പൊ സ്പിരിച്വൽ യൂണിയൻ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. അതിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. എന്നും കരുതി ഭയങ്കരമായിട്ട് വൈകിപ്പോകും എന്നല്ല, പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിവൈൻ ടൈം ഉണ്ട്, അത് മനസ്സിലാക്കുക. യെസ്, ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. ഓവറായിട്ട് എക്സ്പെക്ടേഷൻ കാണിക്കുന്നുണ്ട്. ലെറ്റർ ആർ, നേവി 48 ദിവസം, വിത്തിൻ 1 ഡേ, ഒരു ദിവസത്തിനുള്ളിൽ കർമ്മ. യെസ്, കർമ്മയും ഇതിൻ്റെ ഇടയിൽ വരും. അതാണ് ആ താമസമൊക്കെ വരുന്നത്. നമ്പർ 40, ചിലപ്പോൾ 40 വയസ്സായിരിക്കാം. മാർച്ച് ലിബ്ര 33, അത് ഏഞ്ചൽ നമ്പർ ആണ് 33. വിശാഖം നാള്. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.